ഈ വികസന കുതിപ്പിന് കേന്ദ്രം അകമഴിഞ്ഞ് സഹായിക്കുന്നുണ്ട് എന്നതാണ് ഒരു സന്തോഷം. മെട്രോയിൽ മാത്രമല്ല, ട്രാക്കിലും. हमारे यहाँ हिंदी में बोलते हैं जंगल में मंगल का रखा है. इनका भी आपने करवा दिया सबका. തളർന്നതല്ല കേട്ടോ. കേന്ദ്ര സ്പോർട്സ് മന്ത്രി വിജയ് ഗോയൽ അങ്ങനെയൊന്നും തളരില്ല. അദ്ദേഹം കബഡി ചാമ്പ്യനാണ്. My dear friends and sportsperson, it is indeed my pleasure to be part of this inauguration of the synthetic track laid at Usha School of Athletics, not by anyone but by our sport-loving Prime Minister Narendra Modi. ഉഷയുടെ അത്ലറ്റിക് സ്കൂളിൽ കേന്ദ്ര സഹായത്തോടെ സ്ഥാപിച്ച സിന്തറ്റിക് ട്രാക്കിൻ്റെ ഉദ്ഘാടനമാണ്. സർവ്വവ്യാപിയായ മോദിജി ഡൽഹിയിലിരുന്ന് മായാ കാഴ്ചയായി ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഈ ക്ഷണങ്ങളെ പങ്കെടുക്കുന്നതിൽ ഞാൻ അതീവ സന്തുഷ്ടനും സന്തോഷവാനുമാണ്. Congrats to all sport lovers on the inauguration of the synthetic track in Usha School of Athletics. ഉഷയും മോദിയും ഈ ചെയ്യുന്നതൊന്നും ചെറിയ കാര്യമല്ല. പക്ഷേ അടുത്ത ഒളിമ്പിക്സോടെ ഇതൊക്കെ ചെറുതാകും. നമ്മുടെ മൊയ്തീൻ സഖാവ് ചിലതൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. ഒളിമ്പിക്സിൽ ഒരു മെഡൽ എന്നുള്ളത് നമുക്ക് വലിയ ആഗ്രഹം, നമുക്കത് നേടിയെടുക്കാനുള്ള പരിശ്രമം ഇപ്പോൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും നടക്കുക. സംസ്ഥാന ഗവൺമെൻറ് ഇക്കാര്യത്തിന് വേണ്ടി ഓപ്പറേഷൻ ഒളിമ്പിയ എന്ന പേരിൽ 2020-24 ഒളിമ്പിക്സിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പരിപാടി ആവിഷ്കരിക്കുകയാണ്. കേരളത്തിലെ വ്യത്യസ്ത മേഖലകളിൽ 11 ഇനങ്ങളിൽ മികവ് തെളിയിച്ച കായിക താരങ്ങളെ 250ഓളം പേരെ തെരഞ്ഞെടുത്ത് വിവിധ ജില്ലകളിൽ അവർക്കാവശ്യമായ പരിശീലനം നൽകി, മികച്ച പരിശീലനം നൽകി, നമ്മുടെ രാജ്യത്തും പുറത്തുമുള്ള കോച്ചുമാരെ ഉൾപ്പെടെ ഉപയോഗിച്ച് അവരെ മികച്ച പരിശീലനം നൽകി ഒളിമ്പിക്സിൽ മെഡൽ നേടാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഓപ്പറേഷൻ ഒളിമ്പിയുടെ ലക്ഷ്യമായി ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഞങ്ങൾ എന്നാൽ CPM-ഉം കേരള സർക്കാരും ഒറ്റക്കല്ല കേട്ടോ. തീർച്ചയായും അത് സർക്കാരിൻ്റെ ഒരു ഔപചാരിക പരിപാടി മാത്രമൊന്നുമല്ല. കേന്ദ്ര ഗവൺമെൻറ് സഹായം ഉണ്ടാകണം. ഞങ്ങളത് ശ്രീമാൻ വിജയ് ഗോയൽജിയുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പദ്ധതി ഏകദേശം 2024 വരെയുള്ള പദ്ധതി എന്ന് പറയുന്ന ഒരു ദീർഘകാല പദ്ധതിയാണ്. 450 കോടിയോളം രൂപ ചെലവ് വരുന്ന ബൃഹത്തായ ഒരു പദ്ധതി നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കാവുന്ന രീതിയിൽ ഈ കേരളത്തിൽ നിന്ന്
2024 ഒളിമ്പിക്സിലെങ്കിലും മെഡൽ നേടുന്നവരുണ്ടാകും എന്ന നമ്മുടെ സ്വപ്നം പൂവണിയിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഞാൻ. തീർച്ചയായും അതിനുവേണ്ടി ഉള്ള ഞങ്ങളുടെ പരിശ്രമത്തിൽ ഞങ്ങളെ സഹായിക്കുന്നു, സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഞങ്ങളെ സഹായിക്കുന്നു. അതോടൊപ്പം നമുക്ക് കേരളത്തിന്റെ അഭിമാനമായ PT ഉഷ സ്കൂളിന്റെ എല്ലാ സഹായവും സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടാകണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒളിമ്പിക്സിന്റെ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇപ്പോൾ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.